ഇനി നമ്മൾ പോകുന്നത് കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ മേയർ സ്ഥാനം കോൺഗ്രസിന് കിട്ടി. വലിയ ഭൂരിപക്ഷം കിട്ടിയ കോർപ്പറേഷനാണ് കൊച്ചി. പക്ഷേ മേയർ സ്ഥാനം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയില്ല. തർക്കമാണ് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഈ തീരുമാനമെടുക്കാൻ സമയമുണ്ട് അല്പം കൂടി. പക്ഷേ ആ തർക്കം കോൺഗ്രസിന് പരിഹരിക്കാൻ കഴിയുന്നില്ല. ഒടുവിൽ കോൺഗ്രസ് ഒരു തീരുമാനത്തിലേക്ക് വരികയാണ്. 2.5 വർഷം വീതം അത് പങ്കിടാനുള്ള ആലോചനയാണ്. ഒരു വലിയ ഭൂരിപക്ഷം കിട്ടിയ കോർപ്പറേഷനിലാണ് ഇത്തരമൊരു പ്രതിസന്ധി കോൺഗ്രസിൽ ഉണ്ടാകുന്നതെന്നാണ് സാഹചര്യം. നേരത്തെ തന്നെ ചില പേരുകൾ പരിഗണനയിലുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം മറ്റ് ചില സമ്മർദ്ദങ്ങൾ, രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ, സാമുദായിക സമ്മർദ്ദം, അതൊക്കെ കോൺഗ്രസിന് നേരിടേണ്ടി വരുന്നു എന്നതാണ് കൊച്ചിയിലെ ആലോചന. ദീപ്തി മേരി വർഗീസ്, ഷൈനി മാത്യു, VK മിനിമോൾ എന്നീ പേരുകളാണ് ഇപ്പോൾ പരിഗണനയിലുള്ളത്. വൈകിട്ട് ചേരുന്ന കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം ഈ കൗൺസിലർമാരുടെ അഭിപ്രായം തേടുന്നുണ്ട്. DCC തലത്തിൽ തന്നെ ചർച്ചകൾ നടത്തി തീരുമാനമെടുക്കാനാണ് KPCCയുടെ നിർദ്ദേശം കൂടി ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഈ ആലോചനകൾ നടത്തുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം. യെസ്, ഡാനി പോൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, ഗുഡ് മോർണിംഗ്. ഡാനി, എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസിലെ ആലോചനകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചി മേയർ ദീപ്തി മേരി വർഗീസിൻ്റെ പേരാണ് ആദ്യം മാത്രം പരിഗണിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ലത്തീൻ സഭ ഉയർത്തിയ ചില എതിർപ്പുകളും സമ്മർദ്ദവുമാണോ പുതിയ ആലോചനകളിലേക്ക് കടക്കാൻ കോൺഗ്രസിനകത്ത് നീക്കമുണ്ടാവുന്നത്? സാമുദായിക സമ്മർദ്ദത്തിനപ്പുറം പാർട്ടിക്കകത്ത് ഇതൊരു തർക്ക വിഷയമാണോ? സാമുദായികമായി ലത്തീൻ സഭ ഇത് ആവശ്യപ്പെട്ടു. എത്രത്തോളം അത് അങ്ങനെ ആർജവത്തോടെ ആവശ്യപ്പെടാൻ കഴിയുന്നു എന്നത് ഒരു വിഷയം. അതോടൊപ്പം തന്നെയാണ് മറ്റൊരു വിഷയം എന്ന് പറഞ്ഞാൽ പാർട്ടിക്കകത്തായി ഈ രീതിയിൽ വലിയ രീതിയിലൊരു ചർച്ചകളിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആർക്കാണ് മേയർ സ്ഥാനം എന്നത് സംബന്ധിച്ചുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത്, ഓർക്കുക, കഴിഞ്ഞ വർഷം, അതായത് 5 വർഷങ്ങൾക്ക് മുൻപ് UDFന് ഒരു മേധാവിത്വത്തിലേക്ക് പോകണമെങ്കിൽ അവരുടെ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥികളെ ഒപ്പം നിർത്തിയാൽ മാത്രം മതിയാകുമായിരുന്നു. അവരോട് സംസാരിക്കുമായിരുന്നു. പക്ഷേ അപ്പോഴും അന്ന് ഉയർന്നു വന്ന ഒരു തർക്കമെന്ന് പറയുന്നത്, അവർക്ക് ഇതിലൊരു സമവായത്തിലേക്ക്, മേയർ സ്ഥാനാർത്ഥി എന്ന രീതിയിലേക്ക് ഒരു സമവായത്തിലേക്ക് എത്താൻ കഴിയാത്തത് കൊണ്ട് ആ 5 വർഷവും പ്രതിപക്ഷത്തിരിക്കാൻ അങ്ങ് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോഴാകട്ടെ വലിയ മെജോറിറ്റിയിലേക്ക് വന്നു. 43 സീറ്റുകൾ കോൺഗ്രസിന് മാത്രമായുണ്ട്. പക്ഷേ അപ്പോഴും തർക്കം അവസാനിക്കുന്നില്ല. മേയർ സ്ഥാനാർത്ഥി ആരാകണമെന്നത് സംബന്ധിച്ച് തർക്കം തുടരുകയാണ്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം കൗൺസിലർമാരുടെ അടക്കം പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നുണ്ട്. അതിലൂടെയാണ് ഇതിൽ സമവായത്തിലേക്ക് നീങ്ങുമോ എന്ന് നമുക്കറിയാൻ കഴിയും. നിലവിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ചർച്ച ടേം അടിസ്ഥാനത്തിൽ ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാമെന്ന രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. ടേം അനുസരിച്ച് ഫിക്സ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിക്കാം എന്നത് പറയുന്നു. ദീപ്തി മേരി വർഗീസും അതോടൊപ്പം തന്നെ VK മിനിമോളും ഒപ്പം തന്നെയും ഷൈനി മാത്യുവും എല്ലാം തന്നെ ഈ രീതിയിലേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലേക്ക് ടേം അടിസ്ഥാനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അങ്ങനെ ഒന്നുകിൽ 2ആയോ അല്ലെങ്കിൽ അത് 3 തവണയായോ ഒരുപക്ഷെ മാറിയാൽ പോലും, ഒരു സമവായ സാധ്യത എന്ന രീതിയിൽ വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്നത് തന്നെയാണ്. എന്തായാലും അത്തരം ചർച്ചകൾ മുന്നോട്ട് പോവുകയാണ്. സജിത്ത്, യെസ്, എന്തായാലും DCC തലത്തിൽ ആലോചിക്കട്ടെ. അതിനപ്പുറം ഒരു സംസ്ഥാന നേതൃത്വത്തിൻ്റെ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന സാഹചര്യം. ഡാനി, ഒരു കാര്യം കൂടി, VD സതീശൻ്റെ സ്വന്തം ജില്ലയാണ്. അദ്ദേഹം നേരിട്ട് ഇടപെട്ട തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ ഇതിൽ വീതം വപ്പ് വരുമ്പോൾ അത് വിമർശനത്തിനിടയാക്കും എന്നത് സതീശൻ്റെ ഇടപെടലിന് കാരണമാകുമോ? സജിത്ത്, ഇക്കാര്യത്തിൽ വീതം വെപ്പ് എന്ന് പറയുമ്പോൾ തന്നെയും അതിൽ ഒരു കോംപ്രമൈസിൻ്റെ വലിയൊരു രീതിയുണ്ട്. അനുനയം അങ്ങേയറ്റം എത്തിയിരിക്കുന്നു എന്നൊരു തോന്നൽ എല്ലാവരിലേക്കും വരും. അത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ അപ്രമാദിത്യമായ ഒരു വിജയം നേടിയിട്ടും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് പറയുന്നത് കോൺഗ്രസിന് നേരത്തെ തന്നെയുള്ള ഒരു ആക്ഷേപങ്ങൾ തന്നെ, അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് തന്നെ പോകും. കാരണം ഒരു തീരുമാനമെടുക്കാൻ കോൺഗ്രസ് വരുമ്പോൾ അല്ലെങ്കിൽ UDF വരുമ്പോൾ നേതൃത്വ സംബന്ധിയായ കാര്യങ്ങളിൽ എപ്പോഴും ഈ കൂട്ടയിടി നടക്കുന്നു എന്ന വലിയ ആക്ഷേപങ്ങൾ എല്ലാ കാലത്തുമുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കൊച്ചി കോർപ്പറേഷനിലേക്ക് പോകുന്നത്. കൊച്ചി കോർപ്പറേഷനിൽ ഇതിന് മുൻപ് വനിതാ മേയർ വന്ന സമയത്ത് സൗമിനി ജെയിനും അന്ന് ഈ ഷൈനി മാത്യുവും തമ്മിലായിരുന്നു മത്സരമുണ്ടായിരുന്നത്. അവർ തമ്മിൽ വീതം വെച്ച് ഈ 2.5 വർഷം വീതം എന്നൊരു ധാരണ ഉണ്ടായതായി പറയുന്നു. പക്ഷേ ആ ധാരണയിലേക്ക് പോകാൻ സൗമിനി ജെയിൻ പറയുന്നു, എനിക്ക് അതറിയില്ല, അങ്ങനെ ഒരു ധാരണയില്ല എന്ന രീതിയിലേക്ക് പോകുന്നു. വലിയ വിമർശനം അന്നുണ്ടായിരുന്നു. എന്നാൽ MLAമാരും ഈ ജില്ലയിൽ നിന്നുള്ള MLAമാരടക്കം സൗമിനി ജെയിനെതിരെ നിലപാടെടുക്കുന്ന ഒരു രീതിയിലേക്ക് എല്ലാം തന്നെ വരികയും എല്ലാം തന്നെ ചെയ്തിരുന്നു. പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല.
ഏതായാലും ഈ രീതിയിലേക്ക് തന്നെയാണ് ഇപ്പോഴും ഒരു തർക്കങ്ങൾ ഇവിടേക്ക് വന്നിരിക്കുന്നത്. ഇതിൽ വീതം വെപ്പ് ഉണ്ടാകുമോ എന്ന കാര്യത്തിലാണ് വി കെ മിനിമോൾ നല്ല സ്ഥാനാർത്ഥിയായിട്ടൊരു വിഭാഗം ഉയർത്തി കാണിക്കുന്നു. കാരണം അവർ കഴിഞ്ഞ ടേമുകളിലായിട്ട് കൗൺസിലിലുണ്ട്, അവർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമായിരുന്നു, ലത്തീൻ സഭയുടെ ഒരു പിന്തുണയുള്ള ഒരാൾ കൂടിയാണ്. അപ്പോൾ ആ രീതിയിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. ദീപ്തി മേരി വർഗീസിനും കഴിഞ്ഞ ടൈമിൽ അവർ ജയിച്ചു വന്നതാണ്. അപ്പോൾ ആ പാർട്ടിയിലുള്ള അവരുടെ സ്വാധീനവും പിന്തുണയും എല്ലാം തന്നെ അവർക്ക് ഗുണകരമാകുമെന്ന് പറയുന്നു. ഷൈനി മാത്യുവിനാകട്ടെ ഇതിനു മുൻപ് ഒരു തവണയാണ് ജയിച്ചു വന്നിരുന്നത്. പിന്നീട് ഇപ്പോഴാണ് കൗൺസിലിലേക്ക് വരികയും അതോടൊപ്പം തന്നെ ഈ അവകാശവാദം ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നത്. എന്തായാലും സഭ കൂടി ഈ കളത്തിലേക്ക് ഇറങ്ങിയത് കാര്യങ്ങൾ കുറച്ച് ഗൗരവതരമാക്കുന്നുണ്ട്. കാരണം കൗൺസിലിനകത്തും ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത്, ജയിച്ചു വന്നവർ ചോദിക്കുന്നത്, സഭ ഇങ്ങനെ കണ്ട ഇതിൽ ഇടപെടണമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസിന് വലിയ തലവേദന ഈ മേയർ തെരഞ്ഞെടുപ്പ് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ സജിത്ത്. കാരണം ഇത്രമേൽ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും യാതൊരു രീതിയിലേക്കും ഒരു ചർച്ചകളിലേക്ക് എത്താൻ, മേയർ സ്ഥാനം സംബന്ധിച്ച ഒരു തീരുമാനത്തിലേക്ക് എത്താൻ ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ ഒരു സമവായം ആണ് പ്രതീക്ഷിക്കുന്നത്. അതൊരുപക്ഷെ അത് വീതം വെപ്പ് തന്നെ ആയിരിക്കുമെന്ന സൂചനകളാണ്. അതിൽ 3 പേരാണോ 2 പേരാണോ എന്നത് മാത്രമാണ് ഇനി അറിയേണ്ടത്. സജിത. യെസ്, കൊച്ചിയിലെ ആശങ്കകൾ കോൺഗ്രസിനകത്തുണ്ട്. മേയർ സ്ഥാനം സംബന്ധിച്ച് നാടകീയത കൊച്ചിയിൽ തുടരുകയാണ്. വീതം വെപ്പ് തന്നെ വേണ്ടിവരും. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്ത് വലിയ ഭൂരിപക്ഷം കിട്ടിയവരിടത്ത് വീതം വെപ്പ് ശൈലിയിലേക്ക്, പതിവ് ശൈലിയിലേക്ക് കോൺഗ്രസിന് മടങ്ങേണ്ടി വരുമോ എന്ന ചോദ്യമാണ്. ആ ശൈലികളൊക്കെ തിരുത്തുമെന്നതായിരുന്നു കോൺഗ്രസിൻ്റെ പ്രഖ്യാപനം. എന്തായാലും ഒരു സുശക്തമായ കോർപ്പറേഷൻ നേതൃത്വം അവിടെ വരേണ്ടതുണ്ട്. അത് ആര് എന്നതാണ്. ആദ്യ ടൈം ആർക്ക് ലഭിക്കും, സെക്കൻഡ് ടൈം ആർക്കാണ്, 3 പേർക്കായി വീതം വെക്കുമ്പോൾ, ഇങ്ങനെ ചോദ്യങ്ങൾ നിരവധി.